മൈനാഗപ്പള്ളിയിൽ സ്ത്രീയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അജ്മൽ, ഡോക്ടർ ശ്രീകുട്ടി എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഇരുവർക്കുമെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തി. അപകടം നടന്ന ശേഷം പ്രതി അജ്മൽ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അത്രയും അപകടകരമായ ഡ്രൈവിംഗുമായിരുന്നു. ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഇനിയുള്ള നടപടികൾ എന്താണ്? ധന്യ, ഇന്നലെ വൈകുന്നേരം ഏകദേശം ഇതേ സമയത്താണ് ഈ അപകടം നടക്കുന്നത്. 5 മണി കഴിയുന്ന അടുത്ത സമയത്താണ് ഈ അപകടം നടക്കുന്നത്. ആ അപകടം നടത്തിയതിന് ശേഷം ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് 2 പ്രതികളും കൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ആ പിന്നാലെ പോയ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആ സൈഡ് തെറ്റിച്ചാണ് പോകുന്നത്. ഒപ്പം തന്നെ എതിരെ വരുന്ന പല ബൈക്കിന്റെയും ഗ്ലാസുകളിൽ പോലും അത് തട്ടിക്കൊണ്ടാണ് വാഹനം പോകുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ ആ ശബ്ദങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഈ അപകടം നടന്നതിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ഇന്ന് പുലർച്ചയോടുകൂടെയാണ് പോലീസ് പിടികൂടിയത്. ഒരാളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 2 പേരുടെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം പ്രതി അജ്മൽ, 2-ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടി എന്നിവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തി. ഇതിൽ തന്നെ ശ്രീകുട്ടിക്കെതിരെ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ഈ അജ്മലിനെതിരെ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്ന തുടങ്ങിയിട്ടുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഈ ഇരുവർക്കുമെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചുമത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും തന്നെ പ്രധാനപ്പെട്ട കാര്യം. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ലിജോ.